നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് താരത്തിന്റെ ജേഴ്സിയും അടിപൊളിയായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ട്യൂട്ടോറിയലാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. സോ വേഗം യാണും ഹുക്ക് എടുത്തിട്ട് വരാം. നമ്മൾ ഇന്നിവിടെ ഉപയോഗിക്കുന്ന ബ്ലൂ കളർ യാണും 3mm ക്രോഷ്യ ഹുക്കുമാണ്. സോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായി ഒരു സ്ലിപ്പ് നോട്ടാണ് ചെയ്യേണ്ടത്. ഒരു സ്ലിപ്പ് നോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് റൗണ്ടിലേക്കായി 12 ചെയിൻ സ്റ്റിച്ചസ് ആണ് ചെയ്യേണ്ടത്. 1 2 3 4 5 6 7 8 9 10 11 and 12 ചെയിൻ സ്റ്റിച്ചസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് ചെയിനകത്തേക്ക് പോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത്. ഇതാണ് എൻ്റെ ഫസ്റ്റ് ചെയിന്. ഈ ഫസ്റ്റ് ചെയിനിന്റെ അകത്തേക്ക് പോയിട്ട് ഞാനൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ആദ്യം നമുക്കൊരു ചെയിൻ ചെയ്യണം. എന്നിട്ട് ഓരോ ചെയിൻ സ്റ്റിച്ചിനകത്തേക്കും 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് വീതമാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇതിന്റെ ഫസ്റ്റ് ചെയിനാണ്, അതിനകത്തേക്ക് ഞാൻ 2 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇതിന്റെ സെക്കൻഡ് ചെയിനാണ്, അതിനകത്തേക്ക് ഞാൻ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നു. ഇങ്ങനെ ഓരോ ചെയിൻ സ്റ്റിച്ചിനകത്തേക്കും ഈ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് വീതമാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഈ റൗണ്ടിന്റെ അവസാനം നിങ്ങളുടെ കയ്യിൽ ടോട്ടൽ 24 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ആണ് ഉണ്ടാവുക. അപ്പോൾ 24 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്തതിന് ശേഷം അടുത്ത റൗണ്ടിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഇവിടെ 24 സിംഗിൾ ക്രോഷ്യേസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഫസ്റ്റ് സ്റ്റിച്ചാണ്. ഇതിനകത്തേക്ക് പോയിട്ട് ഞാനൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്ത് ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. അടുത്ത റൗണ്ട് ചെയ്യാനായി ആദ്യം ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ആദ്യത്തെ 5 സ്റ്റിച്ചിനകത്തേക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യുക. സോ ഇതെന്റെ ഫസ്റ്റ് സ്റ്റിച്ചാണ്. ഇതിനകത്തേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ, അടുത്തയിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ, അടുത്തയിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ, അടുത്തതിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ, അടുത്തതിലേക്കും ഒരു സിംഗിൾ ക്രോഷ്യ. അപ്പോൾ ടോട്ടൽ നമ്മളിവിടെ 5 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ആണ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത സ്റ്റിച്ചിനകത്തേക്ക് നമുക്ക് 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ആണ് ചെയ്യേണ്ടത്. സോ ഇതെന്റെ നെക്സ്റ്റ് സ്റ്റിച്ച് ആണ്. ഇതിനകത്തേക്ക് ഞാൻ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ആണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു സിംഗിൾ ക്രോഷ്യ. അപ്പൊ വീണ്ടും 5 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്തു. അതിനുശേഷം ഒരു ഇൻക്രീസ് സ്റ്റിച്ച് ചെയ്യണം. ഇൻക്രീസ് എന്ന് വെച്ചാൽ അടുത്തതിലേക്ക് 2 സിംഗിൾ ക്രോഷ്യ. അപ്പൊ പാറ്റേൺ ഇങ്ങനെയാണ്: 5 സിംഗിൾ ക്രോഷ്യ, പിന്നെ ഒരു ഇൻക്രീസ്, 5 സിംഗിൾ ക്രോഷ്യ, ഒരു ഇൻക്രീസ്. അങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഞാൻ ഇവിടെ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന്റെ അവസാനം എന്റെ കയ്യിൽ 28 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ആണ് ഉള്ളത്. ഇനി ഫസ്റ്റ് സ്റ്റിച്ചിനകത്തേക്ക് ഞാൻ എന്റെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഈ റൗണ്ട് അവസാനിപ്പിക്കുകയാണ്. ഫസ്റ്റ് റൗണ്ടിൽ നമ്മുടെ കയ്യിൽ 24 സിംഗിൾ ക്രോഷ്യ ആയിരുന്നു. സെക്കൻഡ് റൗണ്ടിൽ നമ്മുടെ കയ്യിൽ 28 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ആണ് ഉള്ളത്. ഇനി തേർഡ് റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെയിൻ ചെയ്തതിന് ശേഷം ആദ്യത്തെ 12 സ്റ്റിച്ചിനകത്തേക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ വീതമാണ് ചെയ്യേണ്ടത്. സോ 1 2 3 4 5 6 7 8 9 10 11 12. അപ്പൊ ഞാൻ 12 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത 2 സ്റ്റിച്ചിലും ഓരോ ഇൻക്രീസ് സ്റ്റിച്ചാണ് നമുക്ക് ചെയ്യേണ്ടത്. അതായത് അടുത്ത സ്റ്റിച്ചിലേക്ക് 2 സിംഗിൾ ക്രോഷ്യ, അതിന് തൊട്ടപ്പുറത്തെ സ്റ്റിച്ചിലേക്കും 2 സിംഗിൾ ക്രോഷ്യ. അപ്പൊ ആദ്യം 12 സിംഗിൾ ക്രോഷ്യ നമ്മൾ ചെയ്തു, പിന്നെ ഒരു ഇൻക്രീസ്, പിന്നെ ഒരു ഇൻക്രീസും കൂടി. അതേപോലെ ഈ സൈഡിലും കൂടി നമുക്ക് അങ്ങനെ ചെയ്യണം. അതായത് 12 സിംഗിൾ ക്രോഷ്യ, ഒരു ഇൻക്രീസ്, ഒരു ഇൻക്രീസ്. അങ്ങനെ ഈ റൗണ്ടിന്റെ അവസാനം നിങ്ങളുടെ കയ്യിൽ ടോട്ടൽ 32 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ആണ് ഉണ്ടാവുക. അപ്പൊ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഈ റൗണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ എന്റെ കയ്യിൽ ടോട്ടൽ 32 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ആണ് ഉള്ളത്. ഇനി ഞാൻ ഫസ്റ്റ് സ്റ്റിച്ചിനകത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പൊ നമ്മുടെ തേർഡ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഫോർത്ത് റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നു. ആദ്യത്തെ 12 സ്റ്റിച്ചിനകത്തേക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുന്നു. 1 2 3 4 5 6 7 8 9 10 11 and 12. അപ്പൊ നമ്മളിവിടെ 12 സിംഗിൾ ക്രോഷ്യ ചെയ്തെടുത്തിട്ടുണ്ട്. 12 സിംഗിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം ഒരു ഇൻക്രീസ് സ്റ്റിച്ച് ആണ് ഞാൻ ചെയ്യുന്നത്. 1 2 ഇൻക്രീസ് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ഒന്നിൽ 2 സിംഗിൾ ക്രോഷ്യ. ഇനി അടുത്ത 2 സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷ്യ വീതം. 1 2. പിന്നീടുള്ള അടുത്ത സ്റ്റിച്ചിൽ ഒരു ഇൻക്രീസ് സ്റ്റിച്ച് കൂടി. 1 and 2. അപ്പൊ നമ്മുടെ പാറ്റേൺ എങ്ങനെയാന്ന് വെച്ചാൽ 12 സിംഗിൾ ക്രോഷ്യ നമ്മൾ ചെയ്തു, പിന്നീട് ഒരു ഇൻക്രീസ് സ്റ്റിച്ച് ചെയ്തു, പിന്നെ 2 സിംഗിൾ ക്രോഷ്യ ചെയ്തു,
ഒരു ഇൻക്രീസ് സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ ഒരു സൈഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സൈഡ് കൂടി ഇതേ രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ചെയ്തതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ നമ്മുടെ ഈ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ റൗണ്ടിന്റെ അവസാനം നമ്മുടെ കയ്യിൽ ടോട്ടൽ 36 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ആണ് ഉണ്ടാവുക. ഇനി എന്റെ ഫസ്റ്റ് സ്റ്റിച്ചിനകത്തേക്ക് ഞാൻ എന്റെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അടുത്ത റൗണ്ടിനായി വീണ്ടും ഒരു ചെയിൻ ചെയ്തതിനു ശേഷം ആദ്യത്തെ 12 സ്റ്റിച്ചും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കണം. സോ 1 2 3 4 5 6 7 8 9 10 11 ആൻഡ് 12. അപ്പൊ നമ്മൾ ആദ്യത്തെ 12 സ്റ്റിച്ചിനകത്തേക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുത്തു. ഇനി അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ഇൻക്രീസ് സ്റ്റിച്ചാണ് നമുക്ക് ചെയ്യേണ്ടത്. സോ 1 ആൻഡ് 2. പിന്നീടുള്ള 4 സിംഗിൾ ക്രോഷ്യയുടെ അകത്തേക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ വീതം. 1 2 3 ആൻഡ് 4. അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ഇൻക്രീസ് 1 ആൻഡ് 2. അപ്പൊ ഈ റൗണ്ടിൽ നമ്മൾ ചെയ്തത് 12 സിംഗിൾ ക്രോഷ്യ, ഒരു ഇൻക്രീസ്, 4 സിംഗിൾ ക്രോഷ്യ, ഒരു ഇൻക്രീസ്. അങ്ങനെ ഈ സൈഡിൽ നമുക്ക് അതേപോലെ ചെയ്തെടുക്കണം. അങ്ങനെ ചെയ്താലേ ഈ റൗണ്ട് കംപ്ലീറ്റ് ആവുള്ളൂ. അങ്ങനെ ചെയ്തതിനു ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ ഈ റൗണ്ട് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എന്റെ ഫസ്റ്റ് സ്റ്റിച്ചിനകത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാണ്. ഈ റൗണ്ടിൽ ടോട്ടൽ നമ്മുടെ കയ്യിൽ 40 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ആണ് ഉള്ളത്. ഇനി അടുത്ത റൗണ്ടിനായി ഒരു ചെയിൻ ചെയ്തതിനു ശേഷം ആദ്യത്തെ 12 സ്റ്റിച്ചസിനകത്തേക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ വീതം നമുക്ക് ചെയ്തെടുക്കണം. 1 2 3 4 5 6 7 8 9 10 11 ആൻഡ് 12. ഞാനിവിടെ 12 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം 8 സ്റ്റിച്ചസ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടുന്ന് കൗണ്ട് ചെയ്തെടുക്കാം. 1 2 3 4 5 6 7 ആൻഡ് 8 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്തതിനു ശേഷം 9th സ്റ്റിച്ചിനകത്തേക്ക് നിങ്ങൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യണം. ഇതാണ് എന്റെ 9th സ്റ്റിച്ച്. ഇതിനകത്തേക്ക് ഞാൻ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോവുകയാണ്. എന്നിട്ട് നിങ്ങൾ ഇതിനെ മടക്കിയെടുക്കുക. ഇനി അടുത്ത 12 സ്റ്റിച്ചസിനകത്തേക്ക്, അതായത് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തു, അടുത്ത 11 സ്റ്റിച്ചസിനകത്തേക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് വീതം ചെയ്തെടുക്കുക. സോ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി 2 3 4 5 6 7 നമ്മളിവിടെ 12 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്തു. ഇനി ഫസ്റ്റ് സ്റ്റിച്ചിനകത്തേക്ക് പോയിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഈ റൗണ്ട് നമ്മൾ അവസാനിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഈ കാണുന്ന 2 സൈഡും ജേഴ്സിയുടെ ഹാൻഡ്സ് ആണ്. ഈ ഭാഗം ജേഴ്സിയുടെ ബോഡി ആയിട്ടാണ് വരിക. ഇനി ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ സർക്കിളിൽ മാത്രം സിംഗിൾ ക്രോഷ്യ റൗണ്ട്സ് നമുക്ക് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇവിടെ ഈ റൗണ്ടിൽ നമുക്ക് 24 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ആണ് ഉണ്ടാവുക. അങ്ങനെ നമുക്ക് ഈ ലെങ്ത് കൂട്ടിക്കൊണ്ടുവരണം. അപ്പൊ ഒരു റൗണ്ട് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഇവിടെ നിന്നാണ് എന്റെ ഫസ്റ്റ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 ആൻഡ് 4. അപ്പൊ ഞാനിവിടെ 24 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്തെടുത്തിട്ടുണ്ട്. ആൻഡ് ഫസ്റ്റ് സ്റ്റിച്ചിനകത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഞാനൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ജേഴ്സിയുടെ ബോഡി പാർട്ടാണ്. ഒരു റൗണ്ട് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മുകളിൽ നിന്ന് എണ്ണ നോക്കുകയാണെങ്കിൽ 1 2 3 4 5 6 ആൻഡ് 7. ടോട്ടൽ നമ്മൾ 7 റോസ് ആണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. 7th റോ ആണ് ഞാൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ജേഴ്സിയുടെ ലെങ്ത് കുറവ് മതിയെങ്കിൽ നിങ്ങൾക്ക് റോസിന്റെ എണ്ണം കുറയ്ക്കാവുന്നതാണ്. ഞാൻ ഇവിടെ ഇപ്പോൾ ഓൾറെഡി 7 ലേയേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ 15 to 17 ഇടയിലുള്ള ലേയേഴ്സ് ആയിരിക്കും ഇവിടെ കംപ്ലീറ്റ് ആയി ചെയ്യുക. അത് നിങ്ങൾക്ക് സർക്കിളിൽ 24 സിംഗിൾ ക്രോഷ്യയുടെ ലേയേഴ്സ് ആയിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ മൊത്തം ചെയ്തതിനു ശേഷം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഞാനിവിടെ 15 റൗണ്ട്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ജേഴ്സിയുടെ ലെങ്ത് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് 17 റൗണ്ട്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കിയാലോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. അപ്പൊ ടോട്ടൽ 15 റൗണ്ട്സ് ചെയ്തതിനു ശേഷം ഞാൻ ഫസ്റ്റ് സ്റ്റിച്ചിനകത്തേക്ക് പോയി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ യാണ് കട്ട് ചെയ്ത് കളയാം. ഇനി ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഈ റൗണ്ട് അവസാനിപ്പിച്ചെടുക്കാവുന്നതാണ്.
ഇനി ബോർഡർ ചെയ്യാനായി ഞാൻ ഇവിടെ വൈറ്റ് യാണാണ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വൈറ്റ് യാൺ വെച്ച് നമുക്ക് ഇതിന് ബോർഡർ ചെയ്തെടുക്കാം. ഇതിനായി വൈറ്റ് യാൺ ഇവിടെ അറ്റാച്ച് ചെയ്തെടുക്കുന്നു. അതിനുശേഷം ഒരു ചെയിൻ ചെയ്യുന്നു. ഇനി ഓരോ സ്റ്റിച്ചിനകത്തേക്കും കയറി നമ്മൾ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്റ്റിച്ചിനകത്തേക്കും പോയി ഓരോ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഈ ജേഴ്സിയുടെ ബോർഡർ കൊടുക്കാം. ഈ റൗണ്ട് ചെയ്തതിന് ശേഷം അടുത്തതായി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ ഈ റൗണ്ട് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് സ്റ്റിച്ചിനകത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ റൗണ്ട് നമ്മൾ അവസാനിപ്പിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ജേഴ്സിയുടെ ബോട്ടം ഭാഗം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് എക്സ്ട്രാ യാണ് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് വീവിൻ ചെയ്യാം. നമ്മൾ ഈ ബോട്ടം പോർഷനിൽ ചെയ്ത പോലെ തന്നെ നെക്ക് പോർഷനിലും നമുക്ക് വൈറ്റ് യാൺ വെച്ചിട്ട് ബോർഡർ കൊടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ താഴെ ചെയ്ത പോലെ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ചിന്റെ റൗണ്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള ജേഴ്സി ട്യൂട്ടോറിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ഇനിയും വരുന്നതാണ്.